ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ. എന്താണ് ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ? ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ റിലേ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സബ്സ്റ്റേഷൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രം ഒന്ന് പരിശോധിക്കാം. ഇതൊരു 33/11 kV സബ്സ്റ്റേഷൻ്റെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 33 kV ലൈൻ വരുന്നു. അത് സർക്യൂട്ട് ബ്രേക്കർ വഴി ട്രാൻസ്ഫോമറിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് 11 kV ഒരു സർക്യൂട്ട് ബ്രേക്കർ വഴി 11 kV ബസ് ബാറിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് 11 kV ബസ് ബാർ. 11 kV ബസ് ബാറിൽ നിന്ന് ഒന്നിലധികം ഔട്ട് ഗോയിങ് ഫീഡറുകൾ പോകുന്നുണ്ട്. 1, 2, 3 എക്സെട്ര അങ്ങനെ ഔട്ട് ഗോയിങ് ഫീഡറുകൾ പോകുന്നുണ്ട്. ഈ ഒരു ഫീഡർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫീഡറിൽ ഒരു സർക്യൂട്ട് ബ്രേക്കറും ഒരു CTയും നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ഈ ഫീഡറിലുള്ള ഈ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവേണ്ടതാണ്. ഇനി അഥവാ ഫോൾട്ട് സംഭവിച്ചിട്ടും ഈ ബ്രേക്കർ ട്രിപ്പ് ആയില്ല എങ്കിൽ ഇതിൻ്റെ അപ്സ്ട്രീം പോർഷനിലുള്ള ഏതെങ്കിലും ഒരു ബ്രേക്കർ ട്രിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ കേസിൽ ഈ ബ്രേക്കർ ട്രിപ്പ് ആവുകയാണെങ്കിൽ, ഫോൾട്ട് വന്നിട്ട് ഇത് ട്രിപ്പ് ആയില്ല, അതിന് പകരം ഇത് ട്രിപ്പ് ആവുകയാണെങ്കിൽ ഈ 11 kV ബസ്സിലോട്ടുള്ള മൊത്തം സപ്ലൈ കട്ടാവുന്നതാണ്. എല്ലാ ഔട്ട് ഗോയിങ് ഫീഡറുകളും ഓഫായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഫോൾട്ട് വരുന്ന ടൈമിൽ കറക്റ്റായിട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ കാണിച്ചിരിക്കുന്ന CTയുടെ സെക്കൻഡറി ഒരു പ്രൊട്ടക്ഷൻ റിലേയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൊട്ടക്ഷൻ റിലേയിലോട്ടാണ് CTയുടെ സെക്കൻഡറി കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ഫോൾട്ട് കറണ്ട് ഈ ഭാഗത്തോട്ട് ഫ്ലോ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് സെക്കൻഡറിയിൽ ആ ഫോൾട്ട് കറണ്ടിന് പ്രൊപ്പോർഷണലായ ഒരു കറണ്ട് ഇൻഡ്യൂസ് ആവുകയും ഈ CTയുടെ സെക്കൻഡറി കണക്ട് ചെയ്തിട്ടുള്ള റിലേ കോയിൽ എനർജൈസ് ആവുകയും ചെയ്യുന്നു. ഇതൊരു പ്രൊട്ടക്ഷൻ റിലേ ആണ്. പ്രൊട്ടക്ഷൻ റിലേയുടെ കോയിലാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ റിലേയുടെ കോയിൽ എനർജൈസ് ആവുകയും ഇതൊരു റിലേയുടെ ട്രിപ്പ് കോണ്ടാക്റ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ട്രിപ്പ് കോണ്ടാക്റ്റ് ക്ലോസ് ആവുകയും ചെയ്യുന്നു. ഇവിടെ ഒരു 48 വോൾട്ട് DC സോഴ്സ് അവൈലബിൾ ആണ്. ഇത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ട്രിപ്പിംഗ് കോയിലാണ്. ഈ ഫോൾട്ട് സംഭവിച്ച് റിലേ കോയിൽ എനർജൈസ് ആയി ട്രിപ്പ് കോണ്ടാക്റ്റ് ക്ലോസ് ആവുന്ന ടൈമിൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ട്രിപ്പ് കോയിൽ എനർജൈസ് ആവുകയും സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ട്രിപ്പ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ട് ബ്രേക്കർ ഫോൾട്ട് വരുന്ന ടൈമിൽ കറക്റ്റായിട്ട് ട്രിപ്പ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതിനാൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ട്രിപ്പ് സർക്യൂട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അങ്ങനെ ട്രിപ്പ് സർക്യൂട്ടിൻ്റെ ഹെൽത്തിനെസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ എന്ന് പറയുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റിലേ ആണ് ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ റിലേ. ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് പോസ്റ്റ് ക്ലോസ് സൂപ്പർവിഷനും പ്രീ ക്ലോസ് സൂപ്പർവിഷനും. ബ്രേക്കർ ക്ലോസ് ആയിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഹെൽത്തിനെസ് ചെക്ക് ചെയ്യുന്നതിനെ പോസ്റ്റ് ക്ലോസ് സൂപ്പർവിഷൻ എന്നും, ഓപ്പൺ ആയിരിക്കുന്ന ടൈമിൽ ചെക്ക് ചെയ്യുന്നതിനെ പ്രീ ക്ലോസ് സൂപ്പർവിഷൻ എന്ന് പറയുന്നു. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ആക്ച്വൽ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും ഈ വരച്ചിരിക്കുന്ന ഒരു ഡയഗ്രാം. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയാണ് ഇങ്ങനെ സിമ്പിളായിട്ട് വരച്ചിരിക്കുന്നത്. നമുക്കൊരു സബ്സ്റ്റേഷൻ്റെ ആക്ച്വൽ സിംഗിൾ ലൈൻ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതൊരു ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ്റെ സിമ്പിളായിട്ടുള്ളൊരു വയറിംഗ് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ഇത് പ്രൊട്ടക്ഷൻ റിലേയുടെ ട്രിപ്പ് കോണ്ടാക്റ്റ് ആണ്. ഇതിന് പാരലായിട്ട് ഒരു റെസിസ്റ്ററും ഒരു ഇൻഡിക്കേഷൻ ലാമ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 52A എന്നുള്ള സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓക്സിലറി കോണ്ടാക്റ്റ്. ഇത് 52B എന്നുള്ള സർക്യൂട്ട് ബ്രേക്കറിൻ്റെ NC കോണ്ടാക്റ്റ്. ഇത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ട്രിപ്പിംഗ് കോയിൽ. ഇവിടെ 48 വോൾട്ട് DC സപ്ലൈ അവൈലബിൾ ആണ്. 48 അല്ലെങ്കിൽ 110 വോൾട്ട് DC ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ സപ്ലൈ ബ്രേക്കർ ക്ലോസ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇതിലൂടെ ഫ്ലോ ചെയ്ത് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്ത് കറണ്ട് ലിമിറ്റ് ചെയ്ത് ബ്രേക്കർ ക്ലോസ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഈ കോണ്ടാക്റ്റ് ക്ലോസ് ആയതിനാൽ ഈ വഴി പാസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു.
ആ ടൈമിൽ ഈ ഇൻഡിക്കേഷൻ ലാമ്പ് ഓൺ ആവുകയും സർക്യൂട്ട് ഹെൽത്തി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും സാധിക്കും. ഇനി ബ്രേക്കർ ഓപ്പൺ ആയ കണ്ടീഷനിൽ സപ്ലൈ വോൾട്ടേജ് ഇതിലൂടെ പാസ് ചെയ്ത് ഈ NC കോണ്ടാക്റ്റിലൂടെ പാസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോഴും ഈ ഇൻഡിക്കേഷൻ ലാമ്പ് ഓൺ ആവുകയും സർക്യൂട്ട് ഹെൽത്തി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ മാനുവലായിട്ട് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പുഷ് ബട്ടൺ ഇതിനെ സീരീസ് ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന ടൈമിൽ സർക്യൂട്ട് ഹെൽത്തി ആണെങ്കിൽ ഈ ഇൻഡിക്കേഷൻ ലാമ്പ് കത്തുകയും നമുക്ക് അത് ഹെൽത്തി ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിൽ നേരത്തെ കാണിച്ചിരുന്ന അതേ ഡയഗ്രാം തന്നെ ഒരു റിലേ ഉപയോഗിച്ച് വയറിംഗ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് TCS റിലേ. TCS റിലേ 1, TCS റിലേ 2. ഹെൽത്തി ആയിരിക്കുന്ന കണ്ടീഷനിൽ കറണ്ട് ഈ വഴി ഫ്ലോ ചെയ്യുകയും സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. ആ ടൈമിൽ ഈ റിലേ A എന്നുള്ള TCS 1 റിലേ പിക്കപ്പ് ആവുകയും അതിൻ്റെ ഔട്ട്പുട്ട് കോണ്ടാക്റ്റായ A1 ക്ലോസ് ആവുകയും സപ്ലൈ വോൾട്ടേജ് ഇതിലൂടെ ഫ്ലോ ചെയ്ത് C കോയിൽ പിക്കപ്പ് ആവുകയും സിയുടെ ഔട്ട്പുട്ട് കോണ്ടാക്റ്റായ C1 എന്നുള്ള നോർമലി ക്ലോസ്ഡ് ആയ കോണ്ടാക്റ്റ് എനർജൈസ് ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഓപ്പൺ കണ്ടീഷനിൽ സപ്ലൈ ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഈ റിലേയിലൂടെ പാസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ 52B എന്നുള്ള സർക്യൂട്ട് ബ്രേക്കറിൻ്റെ NC കോണ്ടാക്റ്റിലൂടെ ഫ്ലോ ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ ഈ റിലേ B എനർജൈസ് ആവുകയും റിലേ Bയുടെ ഔട്ട്പുട്ട് കോണ്ടാക്റ്റ് B1 ക്ലോസ് ആയിരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് റിലേയും ക്ലോസ് ആവുന്നു. A1ഉം B1ഉം ക്ലോസ് ആവുകയും കോയിൽ C എനർജൈസ് ആയി കോയിൽ Cയുടെ ഔട്ട്പുട്ട് കോണ്ടാക്റ്റായ C1 ഓപ്പൺ കണ്ടീഷനിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇൻ കേസ് ഒരു ഫോൾട്ട് വരുന്ന സമയത്ത് ഇതിലൂടെയുള്ള സർക്യൂട്ടിൻ്റെ ഫ്ലോ കംപ്ലീറ്റ് ആവുകയില്ല. അപ്പോൾ ഈ രണ്ട് റിലേയും ഡീഎനർജൈസ് കണ്ടീഷനിലായിരിക്കും. ഈ രണ്ട് റിലേയും ഡീഎനർജൈസ് ആയാൽ ഈ രണ്ട് കോണ്ടാക്റ്റും ഓപ്പണായി തന്നെ നിൽക്കും. ആ സമയം ഈ കോയിൽ C എനർജൈസ് ആവുകയില്ല. കോയിൽ C എനർജൈസ് ആയില്ലെങ്കിൽ കോയിൽ Cയുടെ ഔട്ട്പുട്ട് കോണ്ടാക്റ്റായ C1 നോർമലി ക്ലോസ്ഡ് ആയി തന്നെ ഇരിക്കും. നോർമലി ക്ലോസ് ആയ കണ്ടീഷനിൽ ഈ അലാം സർക്യൂട്ടിലോട്ടുള്ള കറണ്ട് ഫ്ലോ നടക്കും. അന്യൂസിയേറ്ററിലോട്ടുള്ള വയറിംഗ് ആണ് ഈ കോണ്ടാക്റ്റ് വഴി ചെയ്തിരിക്കുന്നത്. ഈ C1 നോർമലി ക്ലോസ്ഡ് ആയി തന്നെ ഇരിക്കുമ്പോൾ ഈ വഴിയുള്ള കറണ്ട് ഫ്ലോ മൂലം അന്യൂസിയേറ്ററിലോട്ടുള്ള അലാം സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നു. ട്രിപ്പ് സർക്യൂട്ട് ഫോൾട്ടി എന്നുള്ള അലാറം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതൊരു സർക്യൂട്ട് ബ്രേക്കറിന്റെ ട്രിപ്പ് സർക്യൂട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് പ്രൊട്ടക്ഷൻ റിലേയുടെ ട്രിപ്പ് കോണ്ടാക്റ്റ് ആണ്. ഇത് TCS റിലേ ആണ്. ഇതും ഒരു TCS റിലേ ആണ്. ഇത് സർക്യൂട്ട് ബ്രേക്കറിന്റെ ട്രിപ്പിംഗ് കോയിലാണ്. ഇത് 52A എന്നുള്ള സർക്യൂട്ട് ബ്രേക്കറിന്റെ NO കോണ്ടാക്റ്റും ഇത് 52B എന്നുള്ള NC കോണ്ടാക്റ്റും ആണ്. നമുക്കൊരു ഫോൾട്ട് കണ്ടീഷനിൽ ട്രിപ്പ് സർക്യൂട്ടിന്റെ ഫ്ലോ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഓൾറെഡി 48 വോൾട്ട് അല്ലെങ്കിൽ 110 വോൾട്ട് DC അവൈലബിൾ ആയിരിക്കും. ഈ റെഡ് ലൈനിലൂടെ ആയിരിക്കും ഇനി കറണ്ടിന്റെ ഫ്ലോ. ഫോൾട്ടിന്റെ ടൈമിൽ പ്രൊട്ടക്ഷൻ റിലേയുടെ ഈ ട്രിപ്പ് കോണ്ടാക്റ്റ് ക്ലോസ് ആവുകയും ഈ വഴി കറണ്ട് ഫ്ലോ ആവുകയും ചെയ്യുന്നു. ഇതിലൂടെ പാസ് ആവുകയും CB ക്ലോസ് ആയതിനാൽ ഈ കോണ്ടാക്റ്റ് ക്ലോസ് ആയിരിക്കുകയും കറണ്ട് ഫ്ലോ ഇതിലൂടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. ട്രിപ്പ് കോയിൽ എനർജൈസ് ആവുകയും സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന്റെ ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ റിലേയുടെ കറണ്ട് ഫ്ലോ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് ഈ TCS റിലേയിലൂടെ പാസ് ചെയ്ത് ഈ 5 എന്ന് പറയുന്ന ടെർമിനലിലൂടെ പാസ് ചെയ്ത് 7 എന്ന ടെർമിനലിലൂടെ കടന്നു പോകുന്നു. ഈ കണക്ഷന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കി കറണ്ട് ലിമിറ്റ് ചെയ്ത് ആ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന് സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുകയും ഈ കോണ്ടാക്ട് ക്ലോസ് ആയതിനാൽ ഇതിലൂടെ പാസ് ചെയ്ത്
സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ ഈ റിലേയിലെ യെല്ലോ കളർ LED ഓക്കെ LED ഓൺ ആവുകയും സർക്യൂട്ട് ഹെൽത്തി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വളരെ ചെറിയൊരു മില്ലി ആംപിയർ മാത്രം ഇതിലൂടെ പാസ് ചെയ്യുന്നതിനാൽ ഇത് കറണ്ട് പാസ് ആവുന്ന ടൈമിൽ ഈ ട്രിപ്പ് കോയിൽ എനർജൈസ് ആവുകയില്ല. ഇനി സർക്യൂട്ട് ബ്രേക്കറിന്റെ ഓപ്പൺ കണ്ടീഷനിലുള്ള TCS റിലേയുടെ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് ഈ റിലേയിലൂടെ പാസ് ചെയ്ത് ഓക്കെ, ഇവിടെ എത്തുമ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ കണ്ടീഷനിൽ ആയതിനാൽ ഈ കോണ്ടാക്ട് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇനി കറണ്ട് ഫ്ലോവിനുള്ള വേറൊരു പാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്താണ്. TCS റിലേ 2 കറണ്ട് പാസ് ചെയ്യുന്നു. ഇതിലൂടെ പാസ് ചെയ്ത് ഈ 52B എന്നുള്ള കോണ്ടാക്ട് നോർമലി ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. അതിലൂടെ പാസ് ആവുകയും ട്രിപ്പ് കോയിലൂടെ പാസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ TCS റിലേയിലുള്ള യെല്ലോ കളർ LED ഓക്കെ LED ഓൺ ആവുകയും ട്രിപ്പ് സർക്യൂട്ട് ഹെൽത്തി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനിൽ, അതായത് ബ്രേക്കർ ഓപ്പൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ രണ്ട് TCS റിലേയിലൂടെയുമാണ് കറണ്ടിന്റെ ഫ്ലോ കംപ്ലീറ്റ് ആവുന്നത്. അതിനാൽ ഈ രണ്ട് TCS റിലേയിലെയും LED ഓക്കെ എന്നുള്ള LED ഓൺ ആയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബ്രേക്കർ ക്ലോസ് ആയിരിക്കുന്ന കണ്ടീഷനിൽ കറണ്ടിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു TCS റിലേയുടെ മാത്രമാണ് കറണ്ടിന്റെ ഫ്ലോ. അതിനാൽ ഈ റിലേയുടെ LED ഓൺ ആയിരിക്കുകയും ഓക്കെ എന്നുള്ള LED ഓൺ ആയിരിക്കുകയും ഈ റിലേയുടെ ഫോൾട്ടി എന്നുള്ള റെഡ് കളർ LED ഓൺ ആയിരിക്കുകയും ചെയ്യുന്നു സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് കണ്ടീഷനിൽ. ഇത് ഒരു TCS റിലേയുടെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് 5, 7 എന്ന് പറയുന്ന ഈ കോണ്ടാക്ട്സിലൂടെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. സർക്യൂട്ട് ഹെൽത്തി ആയിരിക്കുന്ന ടൈമിൽ ഈ വഴി കറണ്ട് ഫ്ലോ ആവുകയും സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. ആ ടൈമിൽ ഓക്കെ എന്നുള്ള ഈ LED ഇൻഡിക്കേഷൻ ഓൺ ആയിരിക്കുകയും സർക്യൂട്ട് ഹെൽത്തി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി അഥവാ ഈ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ആവുന്നില്ല, സർക്യൂട്ട് ഫോൾട്ടി ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഫോൾട്ട് എന്നുള്ള റെഡ് കളർ LED ഇൻഡിക്കേഷൻ ഓൺ ആവുകയും സർക്യൂട്ട് ഫോൾട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് ഇവിടെ ഫ്ലോ ആകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് റിലേയുടെ ഔട്ട്പുട്ട് കോണ്ടാക്ട്സ് ആണ് യൂസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇത് അലാം സർക്യൂട്ടിന് വേണ്ടി നമുക്ക് വയറിങ്ങിന് വേണ്ടി ഈ കോണ്ടാക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് അന്യൂസിയേറ്ററിലോട്ടുള്ള പാനൽ അന്യൂസിയേറ്ററിലോട്ടുള്ള വയറിങ്ങിന് വേണ്ടി ഈ കോണ്ടാക്ട്സ് യൂസ് ചെയ്യാം. ഈ കോണ്ടാക്ട്സ് നമ്മുടെ കൺട്രോൾ സ്കീം അനുസരിച്ച് കൺട്രോൾ വയറിങ്ങിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സർക്യൂട്ട് ബ്രേക്കർ ക്ലോസിംഗ്, സർക്യൂട്ട് ബ്രേക്കറിന്റെ ക്ലോസിംഗ് സർക്യൂട്ടിൽ എവിടെ വേണമെങ്കിലും പ്രൊട്ടക്ഷൻ സ്കീം അനുസരിച്ച് നമുക്ക് കൺട്രോൾ സ്കീം അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. സർക്യൂട്ട് ഹെൽത്തി ആയിരിക്കുന്ന കണ്ടീഷനിൽ ഈ കോയിൽ പിക്കപ്പ് ആവുകയും ഈ കോണ്ടാക്ട്സ് എനർജൈസ് ആവുകയും ചെയ്യും.